എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം സോയ ചില്ലി. വെറും ഒരു 15-20 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈമുള്ള ഈ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെൽക്കം ടു ജോർജ് കിച്ചൻ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 100 grams സോയ, മീഡിയം സൈസ് സവാള 2 എണ്ണം, ഒരു ക്യാപ്സിക്കം, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, സ്പ്രിംഗ് അണിയൻസ്, വെളുത്തുള്ളി തൊണ്ട് പൊളിച്ചത് ഒരെണ്ണം. ഇനി നമുക്ക് ആവശ്യമുള്ള സോസുകൾ: റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ, സോയ സോസ് 2 ടീസ്പൂൺ, ചില്ലി സോസ് 1 ടീസ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 2 ടീസ്പൂൺ, കോൺഫ്ലവർ ഒരു 3 ടീസ്പൂൺ, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് സോയ തിളപ്പിക്കണം. സാധാരണ സോയ ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് നമുക്കൊരു ക്രിസ്പി ഫോമാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോയ വെള്ളത്തിലേക്കിട്ട് അതൊരു 10 മിനിറ്റ് തിളപ്പിക്കണം. അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്ത് പിഴിഞ്ഞെടുക്കണം. അതാണ് പ്രൊസീജിയർ. അപ്പോൾ നമ്മുടെ സോയ ചെറുതായി തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം. ഇതിന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞു വെക്കണം. ആദ്യം നമുക്ക് ഇഞ്ചി അരിഞ്ഞു വെക്കാം. ഇനി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് അരിയാം. ഇനി സവാള, ഇത് നമ്മളൊരു മീഡിയം സൈസ് ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞു കൊടുക്കേണ്ടത്. ഇനി ക്യാപ്സിക്കവും നമ്മളൊരു മീഡിയം സൈസ് ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞു വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഡിഷിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ കട്ടിങ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ സോയ നല്ലപോലെ തിളച്ച് നല്ല വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഈ സോയ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ബോയിൽ ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു 2 മിനിറ്റ്സ് ഇത് അടച്ച് വെക്കാം. 2 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് വെച്ച് ഈ സോയ നമുക്ക് സ്ട്രെയിൻ ചെയ്യണം. ആ ചൂടുവെള്ളം എല്ലാം കൂടി നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞ് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യാം. ഇനി നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. ഇതും കൂടി ചെയ്താലേ ആ സോയക്കുള്ള ഒരു ക്രിസ്പി സ്ട്രക്ചർ വരുള്ളൂ. അല്ലെങ്കിൽ സോയ ഭയങ്കര സോഫ്റ്റായി പോകും. നമുക്കിത് നേരെ ടാപ്പിൻ്റെ അടിയിലേക്ക് വെച്ച് ഇതുപോലെ കഴുകിയെടുക്കാവുന്നതാണ്. നമ്മളിനി കഴുകി വെച്ചേക്കുന്ന ഈ സോയ നല്ലപോലെ പിഴിയണം. നമ്മൾ സാധാരണ കൈ കൊണ്ട് പിഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരു തവി വെച്ച് അങ്ങ് ഞെക്കി കൊടുത്ത് വെള്ളം കളഞ്ഞാൽ മതിയാവും. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന സോയ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് ഒരു 4-5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് സോയ ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു മീഡിയം ലോ ഫ്ലെയിമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോയ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഡാർക്ക് ഗോൾഡൻ യെല്ലോ ആവുന്നോടം വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരിയിടാം. നമ്മൾ ശരിക്കും ഈ ഡിഷിന് സോയ 2 തവണ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വെച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വിടാം. അത് തണുക്കുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സോയം കൂടി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നേരത്തെ വറുത്ത് വെച്ചിരുന്നത് തണുത്തിട്ടുണ്ടാവും. ഇത് കോരിയെടുത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചത് ഒന്നുകൂടി ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. നമ്മൾ ഈ സോയ 2 തവണ വറുത്താലേ ആ ഒരു പ്രോപ്പർ ടെക്സ്ചറും ആ ഒരു പ്രോപ്പർ ക്രിസ്പിനെസ്സൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഡബിൾ ഫ്രൈ ചെയ്തെടുത്താലേ ആ കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുള്ളൂ. നമ്മളിതൊരു 1 മിനിറ്റ് മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഡബിൾ ഫ്രൈഡ് സോയ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. മെയിനായിട്ടുള്ള പണികളെല്ലാം തീർന്നു. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഹൈ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്ത് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ടോസ് ചെയ്യണം. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ നല്ലപോലെ
സോസ് എല്ലാം എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് മിക്സായി വരുമ്പോഴത്തേനും നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഗ്രേവി നല്ലപോലെ തിക്കായി വരുമ്പം നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സോയ ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സും കൂടി ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഒരു തവണ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ സോസൊക്കെ സോയയുടെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഉള്ളിത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ചില്ലി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ജോർജ്സ് കിച്ചൻ.